ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. പ്രിയമുള്ള അഹ്ബാബിങ്ങളെ, റമളാനിൻ്റെ സ്മരണകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനമായി നാം സ്മരിക്കപ്പെടേണ്ട ഒരു നാമമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഥമ പത്നിയായ ഖദീജ ബി റളിയല്ലാഹു തആല അൻഹയെ ലോകം സ്മരിക്കേണ്ട ഉമ്മയാണ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാമ്പത്തികമായും മാനസികമായും വലിയ ശക്തി നൽകിയത് ബീവിയായിരുന്നു. വലിയ ധനികയും വലിയ തറവാടുകാരിയുമായ ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ തന്നേക്കാൾ പ്രായം കൊണ്ട് മുകളിലാണെങ്കിലും സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തും നിറഞ്ഞ മഹദിയെ വിവാഹം കഴിക്കാൻ മക്കയിലെ മുഴുവൻ സമ്പന്നരും പല രാജാക്കന്മാരും തയ്യാറാവുകയും വിവാഹാഭ്യർത്ഥനയും നടത്തിയെങ്കിലും മഹാനമുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സമ്പത്തുകളുമായി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് കച്ചവടം നടത്തി വ്യാപാരം നടത്തി അതിന് ലാഭം കൊണ്ടുകൊടുക്കുകയും സത്യസന്ധതയും തെളിയിച്ച് മക്കയിലെ അൽ അമീനായി വളർന്ന ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹാഭ്യർത്ഥന അത് ഏറ്റെടുക്കുകയും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന വനിത എന്ന ആ ഒരു വലിയ സ്ഥാനത്തിന് അർഹരാകുകയും ചെയ്ത മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞയച്ച ഒരു വനിതയാണ് ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ. സൗറിൽ വെച്ച് ഹിറയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹിയുമായി ബന്ധപ്പെട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും തങ്ങളെ ആലിംഗനം ചെയ്യുകയും ഓതാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്ത ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ തങ്ങൾക്ക് പനിവിടുകയും പ്രയാസമനുഭവിക്കുകയും ചെയ്ത് കിടുകിട വിറക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബിയെ സമീപിക്കുകയും ജമ്മിലൂനിയ ഖദീജ എന്നെ പുറപ്പെട്ട് മൂടിത്തരൂ എന്ന് പറഞ്ഞപ്പോൾ മഹദിയുടെ പ്രതികരണം ലോകപ്രസിദ്ധമായൊരു വാക്കാണ്, ഇന്നക തഹ്മിലുൽ കല്ല, അങ്ങ് പ്രയാസം അനുഭവിക്കുന്നവരെ ഏറ്റെടുക്കുന്ന ആളാണ്, കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, അനാഥകളെയും അഗതികളെയും സ്നേഹിക്കുന്ന ആളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മഹദി മനസ്സിലാക്കിയ ആ സ്വഭാവങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ അല്ലാഹു അബദ, ഒരിക്കലും അങ്ങേ അല്ലാഹു തആല കൈവിടുകയില്ല എന്നും പറഞ്ഞ് മുഹമ്മദ് കൈപിടിച്ച് തൻ്റെ കുടുംബബന്ധത്തിൽപ്പെട്ടവരും കൂടിയായ പുരോഹിതനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾ ഇറക്കുന്ന നാമൂസ് ആ മാലാഖയാണ് വന്നതെന്നും അങ്ങയെ ഈ സമൂഹം പുറന്തള്ളുമ്പോൾ അക്കാലത്ത് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആ ഒരു വലിയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഖദീജ ബി റളിയല്ലാഹു തആല തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ദരിദ്രനായ അല്ലെങ്കിൽ മിസ്കീനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ ബന്ധുക്കളെ വിളിച്ചുകൊണ്ട് കബാലയത്തിൻ്റെ അധിപന്മാരെ വിളിച്ചു പറയുന്ന ഇന്നു മുതൽ എൻ്റെ മുഴുവൻ സമ്പത്തും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായി തിരഞ്ഞെടുക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇന്നു മുതൽ അവർ ധനികൻ, ഞാൻ ഒന്നുമില്ലാത്തവളുമായി മിസ്കീനുമായി മാറിയിരിക്കുന്നു എന്ന ആ ഒരു സ്നേഹപ്രകടനം അടുന്നങ്ങോട്ട് വലിയ സമ്പത്തിൻ്റെ ഉടമയായ മഹദി ആ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി സമർപ്പിക്കുകയും അവസാനം തൻ്റെ വിയോഗ സമയത്ത് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ബീവിയുടെ കണ്ണുനീർ തൻ്റെ മടിയിലേക്ക് വീണപ്പോൾ ലിമത്തബ്കിയ ഖദീജ, ഓ ഖദീജ എന്തിനാണ് നിങ്ങൾ കരയുന്നെന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രിയമുള്ള ഇന്നത്തെ യുവതികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നാസ്തികരുടെ പേരും പറഞ്ഞ് പരസ്പരം ദീനിനെ ഏറ്റവും വലിയ തകർത്തുന്ന യുവതികൾ കേട്ടിരുന്നുവെങ്കിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയെ ഞാൻ
വലിയ ധനികയായി സമ്പത്തിൻ്റെ ഉടമയായി ഇതിലേക്ക് കടന്നു വന്നു. ഇന്ന് ഞാൻ കിടക്കുമ്പോൾ ഈ രൂപത്തിൽ കഷ്ണം വെച്ച വസ്ത്രം എനിക്കുള്ളതിൽ സങ്കടമില്ല. ലോകത്തിൻ്റെ നേതാവായ അള്ളാഹുവിൻ്റെ ദൂതരുടെ ഭാര്യയായി അവിടുത്തെ മടിയിൽ തലവെച്ച് കിടക്കാൻ ഇന്നെനിക്ക് അള്ളാഹു ഭാഗ്യം തന്നെങ്കിൽ നാളെ സ്വർഗത്തിൻ്റെ ആസന പോലും ലഭിക്കാതെ അകറ്റപ്പെടുന്ന ആ പരിശുദ്ധമായ സ്വർഗത്തിൽ അവിടുത്തെ പരിമളം അടിച്ചു വീശുമ്പോൾ സാധുവായി ഖദീജക്ക് അത് ലഭിക്കുമോ നബിയെ എന്ന സങ്കടമല്ലാതെ തന്നെ അലട്ടുന്നില്ല എന്ന് പറഞ്ഞു വിയോഗ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടും ആഖിറത്തെയും ഓർത്ത ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ വനിതയാണ് ഖദീജ ബിവി റളിയല്ലാഹു തആല അൻഹ. അവിടുത്തെ ആണ്ടിൻ ദിവസമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും നമ്മയും സ്വർഗലോകത്ത് ഒരുമിച്ച് വിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൂടെ നാളെ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആയോടെ മഹദിയെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ പേരിൽ ഫാത്തിഹകളും ധർമ്മങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവിടുത്തെ വഫാത്തിൻ്റെ ദിനമാകുമ്പോൾ പ്രത്യേകമായി ആടിനെ അറുത്ത് അവിടുത്തെ കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. ഖദീജ കൈത്തവ കൈത്ത, ഖദീജ ഇങ്ങനത്തവളായിരുന്നെന്ന് മഹദിയുടെ മദഹ് പറയാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകൾ കാണാം. ഹബീബിൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും ഉമ്മഹാത്തുൽ മുഅ്മിനീനായ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയെയും കാണാനും അവിടുത്തെ കൂടെ സംഗമിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ.